പൊന്നൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. കൊട്ടും മുള്ളും മുളകിട്ടതാണ് കേട്ടോ. നമുക്കിവിടെ കൊട്ടും മുള്ളും എന്ന് പറയാം. നിങ്ങൾക്ക് എന്തൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. കൊട്ടുമുള്ള എന്തിൻ്റെ? മീനിൻ്റെ. ഏത് മീൻ? എല്ലാ മീനും, അതായത് അയക്കൂറ അങ്ങനത്തെ വലിയ വലിയ മീനില്ല, അതിൻ്റെ കൊട്ടും മുള്ളും. തലക്കഷ്ണം എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയാം കേട്ടോ. അവിടെ കൊട്ടുമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് അതിന് പറയാം. വീഡിയോ എടുത്തൊന്നും വലിയ പരിചയമൊന്നുമില്ല ഗൈസ്, അതുകൊണ്ട് കുറേ തെറ്റൊക്കെ വരുവേ. നമ്മൾ എന്ത് ചെയ്യുക, ചട്ടി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അളവൊന്നുമില്ല കേട്ടോ, ഒക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചേർത്തോളെ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇടുക. പച്ച ഉലുവ കേട്ടോ, മുഴുവനായിട്ടുള്ള ഉലുവ. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെറിയുള്ളി ഉണ്ട്, കുറച്ച് സവോളയുണ്ട്, കറിവേപ്പില, കടുകിടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, തക്കാളി അരച്ചത്. നമ്മൾ കടുക് ഇടാറില്ല കേട്ടോ. പിന്നെ ഉലുവ നല്ല മൂത്ത് അത് കടുക് പൊട്ടുന്ന പോലെ പൊട്ടി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് പൊട്ടി വന്നാൽ ഉലുവ പൊട്ടി വന്നാൽ നമ്മൾ അതിൻ്റെ തൊട്ട് ചെറിയുള്ളി ഇടും, സവോള ഇടും. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ബാക്കി ചേരുവകളെല്ലാം ചേർത്ത് വഴറ്റും. ഉലുവ പൊട്ടി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ടു. കൈയൊക്കെ പൊള്ളും കേട്ടോ, ശ്രദ്ധിക്കണം. എണ്ണ കുറച്ച്, പിന്നെ കുറച്ച് സവാള, പിന്നെ കറിവേപ്പില എത്രയിട്ടാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക്. കറിവേപ്പില എനിക്ക് ഒരുപാട് വേണം കറി. കല്ലുപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കാം. ഇളക്കിയിട്ടുണ്ട്. ഇത് മൂട്ടിട്ടുണ്ട്, ശരിക്കും വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ബാക്കി ഇതിൻ്റെ അകത്തോട്ട് വേണ്ടുന്ന ഇത് കുറച്ച് ഫിഷ് മസാലയാണ്, അത്ര മതി പേരിന്. പിന്നെ ഇത് എരിവുള്ള മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ തീ കുറച്ച് വെക്കും. പിന്നെ ഇത് കാശ്മീരി മുളക് പൊടി എരിയില്ല, അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ മുളക് മൂത്ത് വരുമ്പോൾ വേണം നമ്മൾ തക്കാളി അരച്ചത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തക്കാളി മുറിച്ചിടില്ല, അരച്ചതാണ് ചേർക്കാം. നമുക്ക് കറിക്ക് കൊഴുപ്പും കൂടി കിട്ടും. തക്കാളി ഇതുപോലെ അരച്ച് അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുതിർത്ത് വെച്ച കൊടംപുളി ഒഴിച്ചു. കുഴമ്പ് വരുവായി ഗൈസ്.
ആവശ്യത്തിനുള്ള വെള്ളം. നമുക്ക് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം, മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും പുളിയും ഉണ്ടോ എന്ന് നോക്കാം. ആവി പറക്കണ കണ്ട. മീൻ കറി, തലക്കറി. കറിയായോ? അതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്താ അവസ്ഥ എന്ന് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ മീൻ തല, പൊട്ടുമുള്ളി. ഈ ചാറൊക്കെ ഇരുന്നിട്ട് കുറുകി മീനയിലോട്ട് പിടിക്കണം. അപ്പാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും മനസ്സിലാവും. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം കുടംപുളി ആയതുകൊണ്ട് പുളി എത്ര ഇട്ടാലും കഴിയൂല. പുളി ഉപ്പ് ഇങ്ങനെ കൂടുതൽ തന്നെ വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇനി ഫൈനൽ സ്റ്റേജാണ്. കുറച്ച് കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കും. ശുദ്ധമായ പച്ച വെളിച്ചെണ്ണ നമ്മളിതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യും, കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇത് അവിടെ തന്നെ നമ്മൾ ഓഫാക്കിയിട്ട്, തീ ഓഫാക്കിയിട്ട് അടുപ്പത്ത് തന്നെ വെക്കുക. അപ്പോൾ വറ്റി വരും. മീൻകറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റും ചെയ്യണേ, ഷെയറും ചെയ്യും. ബൈ.